നേര്യമംഗലത്ത് പുതിയ ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയായ നേര്യമംഗലത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗതയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിനായി നിർമ്മിച്ച പുതിയ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം മാർച്ച് 5 വൈകിട്ട് 3:30 നടന്നു. ചടങ്ങിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ അധ്യക്ഷത വഹിച്ചു. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ സ്റ്റേഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഇത് പൊതുസമൂഹത്തിന്റെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുന്നു. അത്തരം കാര്യങ്ങൾ തുടർന്നും നിങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഫയർ സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം. ചടങ്ങിൽ ആന്റണി ജോൺ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് കെട്ടിടത്തിന്റെ നാട മുറിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഈ പ്രദേശത്തെ ജനങ്ങൾ ഏറെക്കാലമായി ആവശ്യപ്പെട്ടിരുന്ന ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായതിൽ നാട്ടുകാർ സന്തോഷം പ്രകടിപ്പിച്ചു. മലയോര മേഖലയായ നേര്യമംഗലം വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ കാട്ടുതീ, വാഹനാപകടങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, മറ്റ് അടിയന്തര ദുരന്തങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ മുമ്പ് ഏറെ സമയമെടുത്തിരുന്നു. പുതിയ ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചതോടെ ഇത്തരം സാഹചര്യങ്ങളിൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അത്രയും മോശപ്പെട്ട ഒരു നാടാണ് എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷൻ വരുന്നത്. നല്ലൊരു ഫയർ സ്റ്റേഷൻ വരുന്നത് ആ നാടിന്റെ വികസനവും നല്ലൊരു നാടായി മാറുന്നതിന്റെ അവസ്ഥയാണ് ഫയർ സ്റ്റേഷൻ എന്നുള്ളത് കൊണ്ട് ഈ നാട് അങ്ങനെ വികസിക്കുന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും AM റോഡ്, നാഷണൽ ഹൈവേ 85 അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. അതിന്റെ തുടക്കമാണ്, ഇടുക്കിയിലേക്കുള്ള തുടക്കമാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഇതിന്റെ കൂടാതെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ ഒട്ടേറെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലം കൂടിയാണ്. അത് അതിനുള്ള ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു സമാനമായിട്ട് ലഭിച്ച ഒരു സംവിധാനമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ. ഈ പ്രവർത്തനത്തോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായി MLA എന്നുള്ള നിലയിൽ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഉടൻ തന്നെ ജാഗ്രത ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.